നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടാകും. എന്നാൽ നമ്മുടെ ഫോണിനകത്ത് ഒരുപാട് ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. ചില ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ചില ആക്സസ്സുകൾ നമ്മളറിയാതെ നമ്മുടെ ഡാറ്റകളൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അത് അവരെങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഞാൻ കാണിച്ചുതരാം. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ വീഡിയോ കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവർക്ക് കൂടി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിനകത്താണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫോണിനകത്ത് നമ്മളുടെ മൊബൈൽ ഫോണിലെ ആപ്പുകൾ നമ്മുടെ ഡാറ്റകൾ ആക്സസ് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ മുകൾ കാണാൻ നിൽക്കി അതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. മോഡിഫൈ എന്ന് മാത്രം നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സിലുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇതെല്ലാ ഫോണിനകത്തും ഈ സെറ്റിങ്സ് ഉണ്ടായിരിക്കും. ചില ഫോണിനകത്ത് ഇതുപോലെ ഏറ്റവും മുകളിൽ സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്നായിരിക്കും കാണാൻ സാധിക്കുക. ചില ഫോണിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ കാണാം മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സിലുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഫോണിനകത്തുള്ള ഒട്ടുമിക്ക ആപ്പുകൾക്കും ഇത് പെർമിഷൻ കൊടുത്ത് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് നോക്കാം, ഓരോ ആപ്പിനകത്തും അലോ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ അലോ എന്ന് കാണിക്കുന്ന നമ്മൾ പെർമിഷൻ കൊടുത്തതാണ്. രണ്ടാമത്തെ ഒരു ആപ്പിന് ഡിനൈഡ് എന്ന് കാണാൻ സാധിക്കും. ഇത് പെർമിഷൻ കൊടുക്കാത്തതാണ്. ഇവിടെ അലോ എന്ന് കാണുന്ന ഈ ആപ്പുകൾക്കൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സ് നമ്മൾ അലോ ചെയ്തിട്ടുണ്ട്, അതായത് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തതോ നിങ്ങൾ അറിയാത്തതോ നിങ്ങൾ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്പുകൾക്ക് ഇതുപോലെ അലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ അലോ പെർമിഷൻ ഇതുപോലെ ഡിസേബിൾ, ഈ ബട്ടൺ ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാണാൻ സാധിക്കും ഡിനൈഡ് എന്നാണ് കാണാൻ സാധിക്കുക. ഇവിടെ സംഭവിക്കുന്നത് മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സ് എന്നാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുക. അതായത് നിങ്ങളുടെ ഫോണിനകത്തുള്ള എല്ലാ സെറ്റിങ്സുകളും ഈ ആപ്പുകൾക്ക് മോഡിഫൈ ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സിൽ നിങ്ങളുടെ ഡാറ്റകൾ ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും സെറ്റിങ്സുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തരം ആപ്പുകൾക്ക് വേണമെങ്കിൽ അത് മോഡിഫൈ ചെയ്ത് നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ടു പോകാൻ മറ്റു തേർഡ് പാർട്ടി ആപ്പുകളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആപ്പുകൾക്കുള്ള പെർമിഷൻ കൂടെ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ആപ്പുകൾ മറ്റു തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് ഡാറ്റകൾ ചോർത്തിക്കൊണ്ടു പോകുന്ന ആ ഒരു പണി ഇവർ നിർത്തിവെക്കും. അവർക്ക് അതിനുള്ള പെർമിഷൻ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗൂഗിളിൻ്റെ ചില ആപ്പുകൾ കാണും. ഇപ്പോൾ ഗൂഗിൾ പ്ലേ സർവീസ്, ഗൂഗിൾ പ്ലേ സ്റ്റോർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഗൂഗിളിൻ്റെ ചില ആപ്പുകൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ പെർമിഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. ഗൂഗിളിൻ്റെ ആപ്പാണ്. മറ്റ് ആപ്പുകൾ, ഇപ്പോൾ ചില ആപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ തെര ബോക്സ്, ഇത് ഓൾറെഡി ഞാനിവിടെ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആപ്പുകൾ നമ്മൾ അറിയാത്തതോ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ കണ്ടുപരിചയിക്കാത്ത ആപ്പുകളൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഭാഗത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്ന ഈ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വീണ്ടും ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. ഇവിടെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, യൂസേജ് ആക്സസ് എന്നുള്ള ഒരു സെറ്റിങ്സ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും പെർമിഷൻ കൊടുത്ത ചില ആപ്പുകൾ കാണാൻ സാധിക്കും. പെർമിഷൻ കൊടുക്കാത്ത ആപ്പുകൾ ഇതുപോലെ ഡിനൈഡ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതും യൂസേജ് ആക്സസ് ആണ്. നമ്മുടെ ഫോണിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ മുഴുവൻ യൂസേജ് ആക്സസും ഇത്തരം ആപ്പുകൾ ചോർത്തും. അതുകൊണ്ട് തന്നെ ആ ആപ്പുകളുടെ സെർവറിൽ നിങ്ങളുടെ ഡാറ്റകൾ സേവ് ചെയ്ത് വെക്കുകയും ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ച് അവർക്ക് ബിസിനസ് നടത്താനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്പുകൾക്ക് കൊടുത്ത് പരസ്യങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തിക്കാനോ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ആവശ്യമില്ലാത്ത ആപ്പുകൾക്ക് ഇത്തരത്തിൽ എവിടെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കണം. അതുപോലെ താഴെ ഭാഗത്തേക്ക് വന്നാൽ തൊട്ടടുത്ത് തന്നെ ഓൾ ഫയൽസ് ആക്സസ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്താലും ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷനുകൾ ആവശ്യമുള്ളത് മാത്രം അലോ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ചില ആപ്പുകൾ ഉണ്ടാകും, അതിനൊക്കെ നമ്മൾ പെർമിഷൻ കൊടുക്കുക. അല്ലാത്ത ആപ്പുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ ഫയലുകളും അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഓൾ ഫയൽ ആക്സസ് എന്നുള്ള പേരിലുള്ള പെർമിഷൻ. അതുപോലത്തെ താഴെ ഭാഗത്തേക്ക് കുറച്ച് അങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ എല്ലാ ആപ്പുകൾക്കും നമ്മൾ പെർമിഷൻ ഇത്തരത്തിൽ കൊടുക്കാറുണ്ടെങ്കിലും ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ അതർ ആപ്സിലേക്ക് നിങ്ങളുടെ ഡാറ്റകൾ ഷെയർ ചെയ്യപ്പെടും. അതായത് ഒരു ആപ്പ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് സെർവറുകളുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ആപ്പ് പ്രവർത്തിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഡാറ്റ ആ ആപ്പ് മാത്രമല്ല മറ്റ് ആപ്പുകൾ കൂടി അതർ ആപ്പുകൾ കൂടി നിങ്ങളുടെ ഡാറ്റകൾ ഷെയർ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ പെർമിഷൻസ് ഏതെങ്കിലും അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളാണെങ്കിൽ അതിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക.
നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഗൂഗിളിൻ്റെ ആപ്പുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കുക. അല്ലാത്ത നിങ്ങളറിയാത്ത, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത, നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ ഡിസേബിൾ ചെയ്യുക അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഫോണിനകത്തുള്ള സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.